ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ രാജഗിരി ഹോസ്പിറ്റലിലാണുള്ളത്. ജോക്കുട്ടനെ ഡോക്ടറെ കാണിക്കാനായിട്ട് വന്നതാണ്. ഇന്നലെ പുലർച്ചെ അവൻ എഴുന്നേറ്റ് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ അവൻ്റെ കാലുമ്മ ഭയങ്കര റെഡ്നെസ് തോന്നി. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ കാലുമാകെ നീരൊക്കെ വെക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ അവിടുന്ന് ആൻറ്റിബയോട്ടിക്കും മരുന്നൊക്കെ തന്നായിരുന്നു. പക്ഷേ അത് കഴിച്ചിട്ട് പറ്റണുണ്ടായിരുന്നില്ല, ഛർദ്ദിക്കലായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങളത് നിർത്തി പിന്നെ രാജഗിരിയിലേക്ക് തന്നെ പോന്നു. രാജഗിരിയിലാണ് കഴിഞ്ഞ മാസം അവൻ്റെ ബ്രെയിൻ സർജറി കഴിഞ്ഞത്. അത് കാരണം കൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് തന്നെ പോകുന്നത്. കാരണം ഇനി എന്തെങ്കിലും സർജറിയുമായിട്ട് ബന്ധപ്പെട്ട വല്ല വയ്യായി ആണോ എന്ന് അറിയില്ലല്ലോ. അപ്പം ഞങ്ങൾ ഡോക്ടറെയൊക്കെ കണ്ട് മരുന്നൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അമ്മയും ചേട്ടനും പിന്നെ ഞാനുമായിട്ടാണ് പോയത്. പിന്നെ കൂടെയുള്ളത് മേമയുടെ മോളാണ്. അവളെ ഒന്ന് സ്കിന്നിൻ്റെ ഡോക്ടറെയും കാണിച്ചു. കൊച്ചിനൊരു 2-3 ദിവസമായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ്. ഒട്ടും അങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവന് നല്ല ക്ഷീണമുണ്ട്. പിന്നെ ഭയങ്കര വാശിയും കരച്ചിലാണ്. ഇടയ്ക്ക് വൊമിറ്റൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഡോക്ടറെ കാണിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നും പറയാത്ത കാരണം കൊണ്ട് ഞങ്ങൾ പിന്നെ അവനെ കൊണ്ട് പോന്നു. ഹോസ്പിറ്റലിലേക്ക് പോയതും വന്നതൊക്കെ ഊബർ വിളിച്ചിട്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. കൊരട്ടി എത്തിയപ്പോൾ അമ്മയും കസിനും കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങാനായിട്ട് ജംഗ്ഷനിൽ ഇറങ്ങി. അവരൊരു ഓട്ടോയ്ക്ക് വന്നോളാം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ആ കാറിൽ തന്നെ വീട്ടിലേക്ക് പോയി. അപ്പം ഞങ്ങൾ വീടെത്തിയിട്ടുണ്ട്. ഇതാട്ടോ എൻ്റെ വീട്. ഈ ഫ്രണ്ടിലിരിക്കുന്ന ബൈക്ക് ചേട്ടൻ്റെയാണ്. സമയം ഏതാണ്ട് ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളാരും ഉച്ചക്കത്തെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ജോക്കുട്ടനായിട്ട് കുറച്ച് നേരം കളിച്ചൊക്കെ ഇരുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.